മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. തുടക്കത്തിലെ മുത്തശ്ശിക്ക് മരുന്നെടുത്ത് കൊടുക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. അലീന ആഹാരം കഴിച്ചോന്നും അവിടുള്ള എന്തും എടുത്ത് കഴിക്കാമെന്നും വൈജയന്തി അതിന് മാത്രം പിശുക്ക് കാണിക്കില്ലെന്നും മുത്തശ്ശി പറയുമ്പോൾ തനിക്ക് വിശപ്പ് മാറാൻ എന്തേലും കിട്ടിയാൽ മതിയെന്നും പണ്ടേ അങ്ങനെയാണെന്നും അലീന പറയുന്നുണ്ട്. അപ്പോഴേക്കും അതിലെ വരുന്ന രോഹിത് അലീന മുത്തശ്ശിയുടെ റൂമിൽ നിൽക്കണ കണ്ട് ഹരി വീട്ടിൽ വന്നെന്ന് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വേണ്ടി മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കുശലാന്വേഷണം നടത്തുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പം മുത്തശ്ശിക്കെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, പ്ലാസ്റ്റർ മാറ്റിക്കിട്ടിരുന്നാൽ എണീറ്റ് നടക്കാറുന്നെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹരി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് രോഹിത് ചോദിക്കുമ്പോൾ അവനൊരു കള്ള ലക്ഷണത്തോടെ ഈ റൂമിൽ വന്നിട്ട് പോയെന്ന് മുത്തശ്ശി ഓർത്ത് പറയുന്നുണ്ട്. മുത്തശ്ശിയെ കാണാനായി വന്നതല്ലേന്ന് രോഹിത് പറയുമ്പോൾ കൊല്ലപ്പള്ളിന്ന് തിരിഞ്ഞു പോലും നോക്കാത്തവനാണെന്ന് മുത്തശ്ശി കുറ്റപ്പെടുത്തുന്നുണ്ട്. അലീന ഹരിക്ക് കാപ്പി കൊടുത്തോ, അത് തൻ്റെ റൂമിൽ കൊടുത്തോ അതോ ഡൈനിങ് ടേബിളിലാണോ കൊടുത്തതെന്ന് രോഹിത് സംശയത്തോടെ ചോദിക്കുമ്പോൾ റൂമിൽ കൊണ്ടു കൊടുത്തു. ആര് പറഞ്ഞു, എന്താ പ്രശ്നമെന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് രോഹിത് റൂമിൽ നിന്നിറങ്ങി മറഞ്ഞു നിന്ന് വീണ്ടും അലീനയെ തന്നെ വല്ലാത്ത നോട്ടം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും അവൻ എന്താ അങ്ങനെ ചോദിച്ചേ എന്ന മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് അവൻ പെട്ടെന്ന് ഓടിപ്പോവുക. ഹരിയെ ഒന്ന് സൂക്ഷിക്കണമെന്നും അവൻ്റെ നോട്ടവും പെരുമാറ്റവും അത്ര ശരിയല്ലെന്നും മുത്തശ്ശി പറയുമ്പോൾ താൻ കാപ്പിയുമായി ചെന്നപ്പോൾ തൻ്റെ കയ്യിൽ കയറി പിടിച്ചെന്നും കപ്പും സോസറും തറയിൽ വീണ് പൊട്ടിപ്പോയെന്നും അലീന പറയുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടലോടെ എന്നിട്ടെന്താ ഇവിടെ ആരോടും പറയാഞ്ഞെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ താൻ അത് ക്ഷമിച്ചെന്നും മേലിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുമൊക്കെ അലീന പറയുന്നുണ്ട്. അങ്ങനെ ക്ഷമിച്ച അത് പിന്നെയും അവനുള്ള അവസരമാ, അവൻ ആള് കൊള്ളാലോ, അതാണ് അവൻ്റെ കയ്യിലിരിപ്പ്. താൻ ജയമോളോട് പറയട്ടെ എന്നും മുത്തശ്ശി പറയുമ്പോൾ മാഡത്തിനോട് പറഞ്ഞാൽ തന്നെ കുറ്റപ്പെടുത്തുമെന്നും തൊലിവിളപ്പുള്ളവരെ ജോലിക്ക് നിർത്തേണ്ടെന്ന് പറഞ്ഞതല്ലേ, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പുറത്താക്കുമെന്നും അലീന പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നെ പുറത്താക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുക അവള്. കഴിഞ്ഞ ദിവസം വന്ന കാര്യം ഹരി രോഹിത്തിനോട് പറഞ്ഞിട്ടുണ്ടാവുമെന്നും രോഹിത്തിനെ കൂടി അവൻ വഴിതെറ്റിക്കാൻ നോക്കുകയാണെന്നും മുത്തശ്ശി സൂചിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ട അലീന പറയുന്നുണ്ട്, മുത്തശ്ശി മാഡത്തിനോടും സാറിനോടും ഒന്ന് പറയണം, ഞാൻ വഴി തെറ്റില്ലെന്നും എന്നെ നല്ലൊരമ്മയാ വളർത്തിയതെന്നും ജോലി ചെയ്യുന്നതിനുള്ള ശമ്പളമല്ലാതെ തനിക്കൊന്നും വേണ്ടെന്നും അലീന പറയുമ്പോൾ അവൾക്കിതൊന്നും മനസ്സിലാവില്ല. നീ വിഷമിക്കേണ്ടെന്നും സത്യത്തെ മുറുകെ പിടിച്ച ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുമെന്നും മുത്തശ്ശി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത്. അലീന പുഞ്ചിരിയോടെ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ടെങ്കിലും വൈജയന്തി അവളെ ദഹിപ്പിക്കണ നോട്ടം നോക്കിക്കൊണ്ട് അകത്തേക്ക് ചെന്ന് ഡൈനിങ് ടേബിളിലും ഷോക്കേസിലും റൂമിലുമെല്ലാം എന്തോ തിരയണ കണ്ട് താക്കോലാണോ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. എവിടെയും തിരഞ്ഞിട്ട് കാണാഞ്ഞ് ഈ ഡൈനിങ് ടേബിളിൽ താൻ വെച്ച മോതിരം എവിടെയെന്ന് വൈജയന്തി അലീനയോടായി ചോദിക്കുക. താനവിടെ നന്നായി തൂത്തു തുടച്ചതാണെന്നും ഒന്നും കണ്ടില്ലെന്നും അലീന പറയുമ്പോൾ തനിക്ക് സംശയമുണ്ടെന്നും 1.5 പവന്റെ മോതിരമാ എന്ന് അലീനയോട് വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവൾ ബാലചന്ദ്രനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. താൻ ബിസിയാണെന്നും അവിടെ എവിടെയെങ്കിലും കാണുമെന്നും ബാലചന്ദ്രൻ പറഞ്ഞിട്ട് പെട്ടെന്ന് കോൾ വയ്ക്കുക. വൈജയന്തി അലീനയെ സംശയത്തോടെ നോക്കുമ്പോൾ അലീന ആകെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. പിന്നീട് ക്ലാസ് കഴിഞ്ഞു വരുന്ന ബബിതയോടും കൃഷ്ണയോടും തൻ്റെ റിങ് പോയ കാര്യം വൈജയന്തി പറയുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് താനും കണ്ടതാണെന്ന് ബബിത പറയുമ്പോൾ നീ എടുത്തോന്ന് കൃഷ്ണയോടായി വൈജയന്തി ചോദിക്കുന്നുണ്ട്. തനിക്കെന്തിനാ അത്, പെരുവിരലിലിടാനാണോ? ഏട്ടനോട് ചോദിക്കാനായി കൃഷ്ണ പറയുമ്പോൾ അവൻ വെടുത്തില്ലെന്ന് ആണയിട്ട് പറഞ്ഞെന്ന് വൈജയന്തി പറയുന്നുണ്ട്. അലീനയോട് ചോദിച്ചോ ഡൈനിങ് ടേബിളിൽ താൻ അത് കണ്ടതാണെന്നും അവൾ കണ്ടില്ലെന്ന് പറയുമ്പോൾ അതിലെന്തോ കള്ളത്തരമില്ലെന്നും അവൾ അടിച്ചു മാറ്റി കാണുമെന്നൊക്കെ ബബിത കുറ്റപ്പെടുത്തുമ്പോൾ തനിക്ക് അവളെ സംശയമുണ്ടെന്ന് വൈജയന്തിയും പറയുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന രോഹിതിനെ കണ്ട് അവനൊരു കൊച്ചു കള്ളനാണെന്നും ഒന്നുകൂടി ചോദിച്ചു നോക്കെന്നും കൃഷ്ണ പറയുമ്പോൾ തന്നെ കള്ളനാക്കാൻ നോക്കല്ലേന്നും അമ്മയ്ക്ക് ഇത് തന്നെ വരണമെന്നും സ്വർണവും പൈസയും തോന്നിയെടുത്ത് കൊണ്ടുവയ്ക്കുന്നതല്ലെന്നുമൊക്കെ രോഹിത്തും കുറ്റപ്പെടുത്തുന്നുണ്ട്. അലീന തന്നെയാവും എടുത്തെന്ന് ബബിത പറയുമ്പോൾ ആ ചേച്ചി മോഷ്ടിക്കില്ലെന്ന് കൃഷ്ണ പറയുന്നുണ്ടെങ്കിലും രോഹിത്തും ബബിതയെ സപ്പോർട്ട് ചെയ്ത് അലീനയെ കുറ്റപ്പെടുത്തുക. അലീനയാണെങ്കിൽ അവിടെ റൂമിൽ മുത്തശ്ശിക്ക് കഷായം എടുത്തു കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ മാഡത്തിന് സംശയമുണ്ടെന്ന് തോന്നുന്നു പറയുന്നുണ്ട് മുത്തശ്ശിയോട്. നീ അത് എടുത്തില്ലെന്ന് തനിക്കറിയാമെന്ന് മുത്തശ്ശി പറയുമ്പോൾ താൻ ഇന്നേവരെ സ്വർണം ഇട്ടിട്ടില്ലെന്നും ചെറിയതെന്തെങ്കിലും വാങ്ങാനുള്ള പൈസയൊക്കെ തൻ്റെ കയ്യിൽ വരാറുണ്ടെങ്കിലും സ്വർണമൊന്നും ഇട്ട് നടക്കാത്ത പ്രീജിത്ത മാമിയെ കാണുമ്പോൾ തനിക്കും വേണ്ടാന്ന് ചിന്തിക്കുമെന്നുമൊക്കെ അലീന പറയുമ്പോൾ സ്വർണമിടാൻ കൊതിക്കാത്ത പെൺപിള്ളേരുണ്ടാവുമെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ടേ.
അലീന തന്നെയാവും എടുത്തതെന്ന് ബബിത ഉറപ്പിച്ച് പറയുമ്പോൾ വൈജയന്തി അവളെ ചോദ്യം ചെയ്യാനായി മുത്തശ്ശിയുടെ റൂമിലേക്ക് എത്തി. അലീനയുടെ ബാഗൊക്കെ എടുത്ത് തുറന്ന് വലിച്ചു വാരിയിട്ട് പരിശോധിക്കുക. ഇതെല്ലാം കണ്ട് അലീന എടുത്തില്ലെന്നും നിനക്ക് തലയ്ക്ക് വെളിവില്ലാതായൊന്നും മുത്തശ്ശി ചോദിക്കുമ്പോൾ നിങ്ങൾ അവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അലീനയുടെ ഒതുക്കി വെച്ച പായും അവളുടെ ഹാൻഡ് ബാഗും തിരയണ കണ്ട് ഇവളുടെ മുന്നിൽ ഇങ്ങനെ നാണം കെടണമെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ താനത് എടുത്തിട്ടില്ല എന്നുള്ള ഉറപ്പോടെ കയ്യും കെട്ടി ഒരു കോസലുമില്ലാതെ നോക്കി നിൽക്കണ കണ്ട് അമ്മയ്ക്ക് വേലക്കാരിയെ പറ്റി എന്തറിയാം, ഞാൻ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുള്ളതാ, അവളുടെ നിൽപ്പ് കണ്ടില്ലേ, ഒരു കൂസലുമില്ലാതെ എന്ന് വൈജയന്തി പറയുമ്പോൾ തെറ്റ് ചെയ്യാത്ത താൻ എന്തിനാ പേടിക്കുന്നേ, തനിക്ക് നല്ല ധൈര്യമാണെന്ന് അലീന പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് വൈജയന്തി ഷെൽഫിലെ കബോർഡ് തുറക്കുമ്പോൾ അതിൽ വെച്ച ബ്രിജിത മമ്മിയുടെ ഫോട്ടോ കാണുന്നുണ്ട്. ഇതെന്തിനാടി ഇതിനുള്ളിൽ കൊണ്ടുവച്ച്, എടുത്തു മാറ്റിയില്ലെങ്കിൽ വെളിയിലേക്ക് എറിയും എന്ന് വൈജയന്തി പറയുന്നുണ്ടെങ്കിലും അലീന ധൈര്യത്തോടെ കണ്ണിലേക്ക് നോക്കി നിൽക്കണ കണ്ട് എന്തടി നോക്കുന്നതെന്ന് ദേഷ്യത്തോടെ വൈജയന്തി ചോദിക്കുന്നുണ്ട്. കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമമേനോന്റെ മകളാണ് മാഡം. സ്വർണ്ണക്കടയും ജൗളിക്കടയും ഇരുമ്പ് കടയും എല്ലാമുള്ള നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രന്റെ വൈഫാണ്. ആ പദവിക്ക് വലിയ വിലയുണ്ട്, അത് കളയല്ലേന്ന് അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങ് വന്നോട്ടെ, ഇത് തെളിയിക്കുമെന്നും പറഞ്ഞ് വൈജയന്തി അവിടുന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവുക. ത്തോടെ നിൽക്കണ അലീനയെ മുത്തശ്ശി ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾ വൈജയന്തി വലിച്ചു വാരിയിട്ടതെല്ലാം പെറുക്കിയെടുത്തു വെച്ച് ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോയിലേക്ക് നോക്കി തന്നെ തെറ്റ് ചെയ്യരുതെന്ന് പഠിപ്പിച്ചത് ബ്രിജിത്ത മമ്മിയ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെ മുന്നിലും തലകുനിക്കരുതെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ടെന്ന് അലീന പറയുമ്പോൾ മുത്തശ്ശി അവളെ അലിവോടെ നോക്കി നിൽക്കുന്നുണ്ട്. രാത്രി ബാലചന്ദ്രൻ വന്നു കയറുമ്പോൾ തന്നെ വൈകിയതിനെ ചോദ്യം ചെയ്ത് വലിയൊരു കളവ് നടന്നിട്ട് അതറിഞ്ഞ ഭാവം പോലും ഇല്ലല്ലോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ആ മോതിരം കിട്ടിയില്ലേ, എത്ര ഗ്രാമാണെന്ന് പറഞ്ഞാൽ നാളെ ജുവല്ലറിയിൽ നിന്ന് ഒന്നെടുത്തു തരാമെന്ന് പുച്ഛത്തോടെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടുന്ന് പോവുക. രാത്രി ബാലചന്ദ്രൻ അത്താഴം കഴിക്കാനായി വരുമ്പോഴും കളവ് പോലീസിൽ അറിയിക്കട്ടെ, 1.5 പവന്റെ മോതിരം അടിച്ചു മാറ്റിയതെന്ന് വൈജയന്തി പറയുമ്പോഴും ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കണ കണ്ട് സ്വർണ്ണക്കട മുതലാളിക്ക് ഇത് വെറുമൊരു പുൽത്തുരുമ്പാണല്ലോ, അലീന തന്നെയാണ് അതെടുത്തതെന്നും അവളോട് താൻ ചോദിച്ചിട്ട് സമ്മതിച്ചു തരുന്നില്ലെന്നും വൈജയന്തി പറയുമ്പോൾ അതിനെന്തെങ്കിലും തെളിവുണ്ടോ, താൻ അവളുടെ ബാഗും ഡ്രസ്സുമെല്ലാം പരിശോധിച്ച് നോക്കിയിട്ടുണ്ടാവുമെന്നും ബാലചന്ദ്രൻ പറയുമ്പോൾ പഠിച്ച കള്ളികൾ വേറെ എവിടെയെങ്കിലും ഒളിച്ചു വെക്കുമെന്നും ആണുങ്ങൾ ചോദിച്ച പേടി കാണുമെന്നും ബാലചന്ദ്രൻ കുറച്ച് ഗൗരവത്തിൽ അവളോട് ചോദിച്ച് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറയണമെന്നുമൊക്കെ വൈജയന്തി പറയുമ്പോൾ അവളോട് ഇതൊക്കെ ചോദിച്ചാൽ അവൾ നിരപരാധിയാണെങ്കിൽ താൻ ആരായെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അവൾ തന്നെ എടുത്തേന്ന് വൈജയന്തി ഉറപ്പിച്ച് പറയുമ്പോൾ 2 ദിവസം കഴിയട്ടെ ചോദിക്കാമെന്ന് ബാലചന്ദ്രൻ പറയാ. അതിനകം അവൾ മോതിരം വിറ്റ് കാശാക്കുമെന്നും ശിവേട്ടനുണ്ടായിരുന്നെങ്കിൽ കള്ളി വെളിച്ചത്തായനെന്നും വൈജയന്തി പറയുമ്പോൾ തന്നെ ഒന്നിനും കൊള്ളില്ലെന്നല്ലേ ഉദ്ദേശിച്ചെന്ന് ബാലചന്ദ്രൻ പറയണ കേട്ട് വൈജയന്തി അവിടുന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.